ഇപ്പോൾ എറണാകുളം എം പി ഹൈബി ഈഡൻ മാധ്യമങ്ങളെ കാണുകയാണ്. ഇന്നലെ കോടതി ചോദിച്ചൊരു കാര്യത്തിൽ കോർപ്പറേഷൻ സെക്രട്ടറിക്ക് മറുപടി പറയാൻ സാധിക്കും. ഇത് മാൻമെയ്ഡ് ഡിസാസ്റ്റർ ആണോ നാച്ചുറൽ ഡിസാസ്റ്റർ ആണോ? ഇത് പറയാനുള്ള കാരണം അവിടെയെല്ലാം ഡൽഹിയിലെ പൊല്യൂഷൻ എന്ന് പറയുന്നത് പഞ്ചാബിലും ഹരിയാനയിലുമുള്ള സ്റ്റബിൾ ബേണിങ്ങും കാറിന്റെ എയർ പൊല്യൂഷനും കാറുകൾ മൂലമുണ്ടാകുന്ന പൊല്യൂഷനും ദിവാലി പോലുള്ള ഫെസ്റ്റിവൽസിൽ ഉണ്ടാകുന്ന പൊല്യൂഷനുമാണ്. എങ്കിൽ ഇവിടെ രാസമാലിന്യം പോലും ഈ ഇലക്ട്രോണിക് വേസ്റ്റും അതുപോലെ തന്നെ ബയോ വേസ്റ്റും ഹോസ്പിറ്റൽ വേസ്റ്റും പ്ലാസ്റ്റിക്കും ആയിരക്കണക്കിന് ടൺ പ്ലാസ്റ്റിക് ഒരേ സമയം കത്തി ഇവിടെ ഉണ്ടാകുന്ന വളരെ മനുഷ്യന്റെ ആരോഗ്യത്തെ പരിപൂർണമായി തകർക്കുന്ന, ഇന്ന് അമ്മയുടെ വയറ്റിൽ വളരുന്ന കുഞ്ഞിന് മുതൽ ചെറിയ കുട്ടികളിൽ വല്ലാതെ എഫക്ട് ചെയ്യുന്ന ഡിപ്രഷൻ രോഗങ്ങൾക്ക് കാരണമാകുന്ന പല രീതിയിലേക്കും ഇതിന്റെ ഒരു ഡൈവേഴ്സിഫിക്കേഷൻ നടക്കുന്നുണ്ട് എന്നുള്ളതാണ് വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യം. ചിലപ്പോൾ പോസ്റ്റ് കോവിഡിന് ശേഷം ഇങ്ങനൊരു സാഹചര്യം പല ആളുകൾക്കും ഹൃദയ സംബന്ധമായ അസുഖങ്ങൾ വന്ന് മരണപ്പെടുന്ന വാർത്തകൾ വന്നുകൊണ്ടിരിക്കുന്ന ഒരു പശ്ചാത്തലത്തിൽ ഇതിന്റെ ആഫ്റ്റർ എഫക്റ്റ് എന്താണെന്ന് നമുക്ക് ഇപ്പൊ പോലും പറയാൻ സാധിക്കാത്ത വണ്ണം ഇന്ന് ഈ ദുർഗന്ധം ഉണ്ടാവാതാവും, ഇന്ന് ഈ ശ്വാസകോശമായ പ്രശ്നങ്ങൾ നിർത്തലാകുമെന്ന് കരുതിയാൽ അതിനേക്കാൾ നമ്മുടെ ഭാവിയെ പോലും നിർണ്ണയിക്കുന്ന ഒരു ഗുരുതര ആരോഗ്യ പ്രശ്നമായി ഇത് മാറിയിരിക്കുകയാണ്. അതുകൊണ്ട് വളരെ ഗൗരവത്തോടുകൂടി ഇത് സംസ്ഥാന സർക്കാർ ഈ വിഷയത്തിൽ മുഖ്യമന്ത്രി അടക്കമുള്ള ആളുകൾ ഇതിൽ ഇടപെടണമെന്നാണ് ഞങ്ങൾ ആവശ്യപ്പെടുന്നത്. ഞാൻ നേരത്തെ സൂചിപ്പിച്ചതുപോലെ തന്നെ ഇതിന്റെ ധാർമ്മികമായ ഉത്തരവാദിത്തം ഏറ്റെടുത്തുകൊണ്ട് കോർപ്പറേഷന്റെ മേയർ ശ്രീ അഡ്വക്കേറ്റ് എം അനിൽകുമാർ തൽസ്ഥാനത്ത് നിന്ന് രാജിവെക്കണം. കാരണം ക്രിയാത്മകമായ ഒരു നടപടിയും ഈ ഫയർ ഫൈറ്റ് ചെയ്യുന്ന കാര്യത്തിൽ ജില്ലാ ഭരണകൂടത്തിനോ അല്ലെങ്കിൽ കോർപ്പറേഷനോ സാധിച്ചിട്ടില്ല. സംസ്ഥാന സർക്കാർ ഇവിടെ വളരെ പ്രധാനപ്പെട്ട ഒരു വിഷയം നടക്കുമ്പോഴും അത് ഭരിക്കുന്ന പാർട്ടി ഇവിടെ ജാഥ നടത്തുന്ന തിരക്കിലാണ്. ഇവിടെ തീ കത്തുപിടിക്കുമ്പോൾ അങ്കമാലിയിൽ പ്രധാനപ്പെട്ട CPM-ന്റെ നേതാക്കന്മാരെല്ലാം പ്രതിരോധ ജാഥയിലാണ്. ഇവര് പ്രതിരോധം നടത്തേണ്ടത് ഒരുപാട് കാര്യങ്ങളിൽ പ്രതിരോധം നടത്തേണ്ട ഒരു സാഹചര്യമാണ്. പക്ഷെ ഈ പ്രതിരോധം ജനങ്ങളുടെ ജീവനെ വെച്ചുകൊണ്ടാണ് നടത്തുന്നത് എന്നുള്ള യാഥാർത്ഥ്യബോധം ഇവർക്ക് ഉണ്ടാവണം എന്നാണ് ഞങ്ങൾക്ക് പറയാനുള്ളത്. ഇപ്പോൾ ബ്രഹ്മപുരം മാലിന്യ പ്ലാന്റ് തീപിടുത്ത പശ്ചാത്തലത്തിൽ എറണാകുളം എം പി ഹൈബി ഈഡൻ മാധ്യമങ്ങളെ കാണുകയായിരുന്നു. തീപിടുത്തത്തിന്റെ ഉത്തരവാദിത്തം മേയർ ഏറ്റെടുക്കണം, ഉത്തരവാദിത്തം ഏറ്റെടുത്ത മേയർ രാജിവെക്കണം. മനുഷ്യനിർമ്മിത തീപിടുത്തമാണ് അവിടെ ഉണ്ടായത് എന്നാണ് ഇപ്പോൾ MP വ്യക്തമാക്കിയിരിക്കുന്നത്. വളരെ വേഗത്തിൽ മടങ്ങിയെത്താം ഇടവേളയ്ക്ക് ശേഷം.